മന്ന വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. ഇപ്പം ഈ മാർച്ച് അവസാന സമയം സ്കൂളൊക്കെ അടയ്ക്കുന്ന സമയത്ത് മാമ്പഴത്തിൻ്റെ കാലമാണ്, മാമ്പഴക്കാലം. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് തിന്നുന്ന മാങ്ങയുടെ രുചിയല്ല ഞാൻ പറയാൻ പോകുന്നത്, ചില നൊസ്റ്റാൾജിയ ഉളവാക്കുന്നതാണ്. അതായത് കണ്ടോ, ഈ ഉണ്ണിമാങ്ങ അല്ലെങ്കിൽ നാട്ടുമാങ്ങ എന്നൊക്കെ പറയും. ഇത് ഇങ്ങനെ ഇതിൻ്റെ മണം കേട്ടാൽ മതി ഓടി വരും. ഈ വീട് മുഴുവൻ ഇതിൻ്റെ മണമാണ്. അപ്പം ഇത് പൊഴിഞ്ഞു വീഴുന്ന സമയമായി. ഇപ്പം ഞങ്ങൾക്കൊരു നാട്ടുമാവുണ്ട്, നല്ല ഹൈറ്റിലാണ്. ഞാൻ അതിൻ്റെ ഫോട്ടോ അടുത്ത വീഡിയോയിൽ കാണിക്കാവേ. അത് ഇന്നലത്തെ മഴയ്ക്ക് കുറേ മാമ്പഴം വീണു. അപ്പം ഇന്ന് എനിക്ക് കിട്ടിയിടത്തും ഞാൻ പോയിടത്തും എല്ലാം കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഈ മാമ്പഴം കൊണ്ട് എന്തൊക്കെ ചെയ്യാം നമുക്ക്? ഇത് ജ്യൂസ് അടിക്കാം, അല്ലെങ്കിൽ ഇത് പിഴിഞ്ഞെടുത്ത് മാമ്പഴക്കറി വയ്ക്കാം. മാമ്പഴപ്പുളിശ്ശേരി നല്ല രുചിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഇത് വെച്ച ചോറുണ്ടത്, അപ്പം നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ മാമ്പഴ അച്ചാറിടാം. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിങ്ങനെ കീറണം, മാങ്ങ ഉണ്ടോ, ഇതുപോലെ കീറണം. ഈ മാമ്പഴം ഇങ്ങനെ കീറിക്കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ഭരണിയിലോട്ട് ഇടണം. എന്നിട്ട് ഇതിനകത്ത് നമ്മുടെ ഏത് റേഷ്യോയിലാണോ നിങ്ങൾക്ക് എരിവൊക്കെ ഇഷ്ടം, ഒരു 2-3 സ്പൂൺ മുളക് പൊടി ഇടുക, സ്വല്പം ഉപ്പ്, അതിന് ചേരുന്ന അത്ര ഉപ്പിടുക, പിന്നീട് അതിനകത്തോട്ട് കായപ്പൊടി ഇടുക, സ്വല്പം എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുക. ആണോ, ഇതിനകത്ത് അതായിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരാഴ്ച കുലുക്കി കഴിയുമ്പോഴേ സംഭവം റെഡി. ആവശ്യത്തിന് ചാറും അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അതിനൊരു പുളിമധുരത്തിൽ ഇതൊരെണ്ണം ഉണ്ടെങ്കിൽ ഒരു ചോറിന് അത്ര നല്ലൊരു പിക്കിളാണ്. അപ്പോൾ നിങ്ങൾ ഈ മാമ്പഴം കിട്ടുന്നുള്ളവർ ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ അടുത്തെങ്ങാനും ആണെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ ഞാൻ തരാം, എനിക്കിഷ്ടം പോലെയുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.